ഹലോ ഗായ്സ്. അപ്പോൾ ഒരു പഴയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴയ വീഡിയോ പറയാൻ കാരണം അവൻ്റെ കല്യാണമേ കഴിഞ്ഞു ഗായ്സ്. ഇപ്പോഴാണ് ഞാൻ അവൻ്റെ എൻഗേജ്മെൻറ്റ് വീഡിയോ ഇടുന്നത് കേട്ടോ. ആരും ഒന്നും വിചാരിക്കേണ്ട, എല്ലാം നമ്മൾ മെല്ലെ മെല്ലെ ഇടുന്നതാണ്. എന്നെപ്പോലെ ഒരു അപ്ഡേറ്റ് യൂട്യൂബർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഗായ്സ്? അതാണ് ഞാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെക്കൻ കേട്ടോ. ഈ ചെക്കൻ്റെ എൻഗേജ്മെൻറ്റ് വീഡിയോ ആണ്. അന്ന് നമ്മൾ ക്യാപ്ഷൻ മാറ്റിയിട്ടു ഗൈസ്. ബിഹൈൻഡ് ദ സീനായിരുന്നു അന്നത്തെ വീഡിയോസ് ഇടേണ്ടത് പേര്. പക്ഷേ ഒരു ജസ്റ്റ് മിസ്, എല്ലാം തെറ്റിപ്പോയി. എൻഗേജ്മെൻറ്റ് വീഡിയോ ഇട്ടു. സാരമില്ല, ഒക്കെ ക്ഷമിക്കില്ലേ നിങ്ങളൊക്കെ? ക്ഷമിച്ചേ പറ്റൂ, വേറെ വഴിയില്ല. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ കുറച്ച് കുറച്ചായി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെക്കനൊക്കെ ഒരുങ്ങി പുറത്തിറങ്ങുന്ന നേരം നമ്മളൊക്കെ മെല്ലെ വീട്ടിൽ നിന്ന് ഇറങ്ങുള്ളൂ. നമ്മൾ റാവുത്തന്മാർ മുസ്ലിങ്ങളുടെ കല്യാണം എന്ന് വെച്ചാൽ നട്ടുച്ചയ്ക്കായിരിക്കും അതൊക്കെ നടക്കുന്നത്. ഞാനിരിക്കുന്നത് ഈഴവാസ് ഒക്കെ ചുറ്റുമുള്ള അവിടെയാണ്. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ കൃത്യം ബാങ്ക് വിളി അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഞാൻ വീട് തുറന്ന് ഉള്ളിൽ കയറിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡ്രസ്സ് തന്നെ ഊരി വെച്ചിട്ടുണ്ടാവും. എന്നിട്ടായിരിക്കും ബാങ്ക് വിളിക്കുന്നത്. ഇതിപ്പോൾ അവിടെ ഈ സമയമാകുമ്പോൾ നമ്മളൊക്കെ എല്ലാവരും കയറുള്ളൂ. അതുപോലെ നമ്മൾ 11:30ക്കാണ് ഇത് പരിപാടിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണത് കേട്ടോ. അപ്പോൾ എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചു. എല്ലാവരും ഇറങ്ങുന്നുണ്ട്. ഇറങ്ങണ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് മാമാൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ട് പോർഷനിൽ നിന്ന് എടുത്തത്. പിന്നെ ഇതുപോലത്തെ വീഡിയോസൊന്നും ഞാൻ കല്യാണത്തിന് എടുത്തിട്ടില്ല, ഷോർട്ട്സേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാ. ഇപ്പോൾ കല്യാണ പെണ്ണ് വീട് വന്നെത്തി. ഇതപ്പോൾ ഞങ്ങൾ മണ്ഡപത്തിൽ കയറിക്കഴിഞ്ഞു. വീട്ടിൽ നിന്ന് ഇറങ്ങി മണ്ഡപം എത്തിയിട്ടോ. പറയുമ്പോൾ അതും കൂടി പറയാൻ മറന്നുപോയി. അങ്ങനെ എല്ലാവരുടെ കയ്യിലും ഓരോ ഐറ്റംസുകളുണ്ട്. അപ്പോൾ വിശക്കുമ്പോൾ ആരും എടുത്ത് കഴിക്കരുത് കേട്ടോ, അതൊക്കെ പെണ്ണിനുള്ളതാണ് പറഞ്ഞ് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ പറയുന്നുണ്ട്. ഇതാ ഇവള് കഴിക്കണ്ട, എടുത്ത് കഴിച്ചറിയണ്ട, ഓക്കെ അവളും പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ആദ്യം ഫസ്റ്റ് കയറിപ്പോയി. ചെക്കനും ചെക്കൻ്റെ അനിയത്തിയും കൂടി കയറി വന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങി. അങ്ങനെ അവർ സുഖമായിട്ട് കയറി വന്നു. ഒരു നാണമൊക്കെ പെണ്ണിന് വരുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ പെണ്ണിൻ്റെ അമ്മ, അക്ക, നമ്മുടെ ബൊമ്മക്ക, ഇത് സുഗൈബ്, ഇതൊക്കെ നമ്മുടെ ചെക്കന്മാരാണ്. ഇതാ എൻ്റെ വലിയ മോള്. എല്ലാവരും വീഡിയോ എടുത്തോട്ടോ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇതാ നമ്മുടെ ചെക്കൻ്റെ മമ്മണിയാണിത്. പിന്നെ ഇതൊക്കെ നമ്മുടെ കാലാൻ്റെ മരുമകൾ, കാലാൻ്റെ മോള്, അക്കാൻ്റെ മോള്, ഇത് അക്ക. ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ട് വലിയ കാര്യമൊന്നുണ്ട്. ഇത് എൻ്റെ കാല പറഞ്ഞു തന്നിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല, എന്നാലും പറയാം. ഇത് നമ്മുടെ സാബിയൊക്കെ കൈയൊക്കെ കാണിച്ചിട്ട് പോകുന്നുണ്ട്. ഇത് നമ്മുടെ എറണാകുളംകാരാണ്. പിന്നെ ഇതാ എൻ്റെ ചെറിയ മകൾ കഷ്ടപ്പെട്ട് പാവടിയൊക്കെ പൊക്കി പിടിച്ച് വരുന്നത്. ഇത് നമ്മുടെ ചിന്നമ്മ. പിന്നെ നൂറ സൽമത് എൻ്റെ ടീച്ചർ കേട്ടോ, MHS ജെറിന ടീച്ചർ MHS ഹെഡ് മിസ്സാണ് കേട്ടോ. പിന്നെ ഇത് എൻ്റെ അമ്മ. ഇതാ അടുത്തുള്ള ഒക്കെയാണ്. ഇത് നമ്മുടെ സുജാക്ക ടീച്ചറാണ് കേട്ടോ, തൃശ്ശൂരിൽ. അങ്ങനെ ഇതൊക്കെ നമ്മുടെ സ്വന്തക്കാരാണ്. മെല്ലെ ഇനിയും പുറത്ത് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നു. അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. കാരണം എന്തൊക്കെ ഇത്ര വീഡിയോസ് എടുക്കുമ്പോഴേക്കും ഇതവിടെ എല്ലാവരും കൊണ്ട് അടുക്കി വെക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഇവരിങ്ങനെ വീഡിയോ എടുത്ത് കുറിക്കൊണ്ടിരിക്കുമ്പോൾ അത് അവരെല്ലാവരും വെച്ചിട്ട് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാനിങ്ങനെ ഇവരിനെയൊക്കെ വീഡിയോ എടുക്കുമ്പോൾ ഒരു സങ്കടം എനിക്ക്. എന്താ ചോദിച്ചാൽ എന്നെ വീഡിയോ എടുക്കാൻ ആളില്ല ഗൈസ്. അങ്ങനെ പോയി ഞാൻ പെണ്ണിന് വീഡിയോ എടുത്തു. ഇതാണ് നമ്മുടെ സുന്ദരിക്കുട്ടി ഷായനക്കുട്ടി. ഇത് നമ്മൾ അച്ചാരത്തിന് കൊണ്ടുപോയ മാലയാണ്, മെഹർ, അച്ചാരത്തിൻ്റെ മെഹർ കേട്ടോ. അങ്ങനെ അതൊക്കെ വെച്ചു. ഇതെല്ലാവരും കൂടി ഇരുന്നു ഫാത്തിയൊക്കെ ഓതി. നമുക്ക് ഒരു ചടങ്ങുണ്ട്, അത് ഫാത്തിയ ഓതുന്നത്. അങ്ങനെ വന്നിരിക്കണ എല്ലാവരെയും ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് എടുത്തു. എന്താ എൻ്റെ ചേച്ചാണിമാരൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ആരൊക്കെയൊക്കെയോ വന്നിട്ടുണ്ട്, അറിയുന്നവർ അറിയാത്തവരൊക്കെ ഉണ്ട്. അവിടെ പോയി സ്വന്തമായവരുണ്ട്. എൻ്റെ മകളുടെ ഫുൾ ഡ്രസ്സ് ഫോട്ടോ എടുക്കാൻ പറഞ്ഞ് അത് വീഡിയോ എടുത്തു. പിന്നെ നമ്മൾ പെണ്ണിന് ഡ്രസ്സ് കൊണ്ടുപോയത് മാറാൻ കൂട്ടിയിട്ട് പോയി. അപ്പോൾ ആ റൂമിന് പുറത്ത് നിന്ന് സംസാരിക്കുന്ന വീഡിയോ ആണിത്. ഇതൊക്കെ നമുക്കൊരു ഓർമ്മയാണ് കേട്ടോ. പക്ഷേ ഇത് ഇത്രയും മാസങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ നടന്നതൊക്കെ ഞാൻ പറയണ്ട. ഇത് എൻ്റെ ടീച്ചർ. അപ്പം ഞാൻ ഇതൊക്കെ ഓർത്ത് ഓരോന്നായിട്ട് എടുത്ത് പറയുകയാണ്. പിന്നെ ഇതങ്ങനെ നമ്മുടെ ചെക്കൻകുട്ടി പെണ്ണിന് ബൊക്ക കൊടുത്തു. നമ്മളുണ്ടാക്കിയില്ല എന്നല്ലേ കഷ്ടപ്പെട്ട്. ബൊക്കയാണ് കേട്ടോ ഇത്. അത് കൊടുത്തു, അത് വാങ്ങിച്ച് വെച്ച്. പിന്നെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ കൊടുത്തു. ഇത് മിഠായി ഹാമ്പറാണ് കേട്ടോ, മിഠായിസ് മാത്രം, എല്ലാ മിഠായിസും ഉള്ളത്. അതിന് ശേഷം വീണ്ടും ബൊക്ക കൊടുത്താ. ഇതപ്പം നടന്നത് ഇത് ഞാൻ അറിഞ്ഞില്ലല്ലപ്പാ. അയ്യോ ഞാൻ കുറച്ച് പെട്ടിട്ടുണ്ട് ഗൈസ്. ഇതാരോ എന്നെ എടുത്തിരിക്കണോ. പിന്നെ നമ്മൾ കൊണ്ടുപോയതൊക്കെ കൊണ്ട് നിരത്തി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. മാഷാ അല്ലാ, എല്ലാ ഐറ്റംസ് ഉണ്ടെന്ന് വിചാരിക്കണം. ഒന്നും വീട്ടിലൊന്നും മറന്നു വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം കൊണ്ടുപോയിട്ടുണ്ട് അല്ലേ? കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ
പെണ്ണിനെയും ചെക്കനെയും കുറേ ഫോട്ടോസ് എടുത്തു. നമ്മളൊക്കെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. എന്താ ചെക്കൻ്റെ അമ്മ, അതായത് എൻ്റെ അമ്മാണി മാല ഇടാൻ ഒരുങ്ങി നിൽക്കാൻ കേട്ടോ. അപ്പോൾ പെണ്ണിൻ്റെ ചെക്കൻ അമ്മാണീൻ്റെ പിന്നാലെ ഞാൻ നിന്നതുകൊണ്ട് എന്നെ വീഡിയോയിൽ പെട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഒരു സീനിലെങ്കിലും ഉണ്ടല്ലോ. കഷ്ടപ്പെട്ട് വോയിസ് കൊടുത്താൽ മതി, ഒരു സീൻ നമ്മളും കാണണ്ട ഗായ്സ്. അങ്ങനെ മമ്മാണി നമ്മുടെ പെണ്ണിനെ പകുതി സ്വന്തമാക്കി കഴിഞ്ഞു കേട്ടോ. കഴുത്തിൽ മാലയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ഷൈന നീ പകുതി ഞങ്ങളുടെയാണ് കേട്ടോ. ഇപ്പം മാഷാ അല്ലാഹ് മുഴുവൻ ഞങ്ങളുടെ ആയി കഴിഞ്ഞു. കാരണം പെണ്ണ് ഞങ്ങളുടെ വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെണ്ണിൻ്റെ 5th നൈറ്റാണ് ഇന്ന്. അപ്പോൾ നമ്മളിതാ നെന്നിമനിയൊക്കെ വെച്ചു. ഇത് വന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് വാങ്ങിച്ച കേക്ക്. 2 വിധത്തിലാണ് കേക്ക് മുറിച്ചത് എൻഗേജ്മെൻറ്റിന്. ഒന്ന് ചെക്കൻ്റെ വഴിക്കാരും ഒന്ന് പെണ്ണിൻ്റെ വഴിക്കാരും. അങ്ങനെ 2 പേരും ഒപ്പം കേക്ക് മുറിക്കുന്നതൊക്കെ നമ്മൾ വീഡിയോസ് വെച്ചിട്ടുണ്ട്. ഒന്നും കളഞ്ഞിട്ടില്ല കേട്ടോ. ചെക്കന് വരയ്ക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ ശരിയാവിടാ ചെക്ക, നാണിക്കില്ല പൊന്നാ അങ്ങനെ പറഞ്ഞിട്ട് അവൻ പെണ്ണിന് മേലെ ഊട്ടിയൊക്കെ കൊടുത്തു കേട്ടോ. ഞങ്ങളുടെ ചെക്കൻ നാണച്ചക്കൻ കുട്ടിയാണ്. ഓ ഞങ്ങൾക്കൊക്കെ ചിരി വരുന്നുണ്ട് ഗായ്സ്. അപ്പോൾ പിന്നെ നമ്മുടെ ചെക്കൻ്റെ ഫ്രണ്ട്സുകാർ കൂടെ നിൽക്കുന്നവരൊക്കെ നല്ല ഹെൽപ്പിംഗ് ആണ്. പിന്നെ നമ്മൾ നിലവിളി കൂട്ടലുണ്ടാവുള്ളൂ. അവർ കത്തനത്തിന് പകരം ഞാൻ കത്തിയാണ് കേട്ടോ. കാരണം ഇതിൻ്റെ സൗണ്ടൊക്കെ ഞാൻ മൊത്തം കളഞ്ഞിട്ടുണ്ടേ. എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് വെറുതെ കലപല പറയുന്ന പോലെ ഉണ്ട്. കേൾക്കുന്നില്ല, നിങ്ങൾക്കും ബുദ്ധിമുട്ട് എനിക്കും ബുദ്ധിമുട്ട്, കേൾക്കാനുള്ള ബുദ്ധിമുട്ട്. ഞാൻ കുറച്ച് സൗണ്ട് വെച്ചതാണ് പോയ വീഡിയോയിൽ. അത് കേൾക്കുമ്പോഴത്തേനും എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. പിന്നെ പെണ്ണിൻ്റെ അടുത്ത് നിൽക്കുന്നത് പെണ്ണിൻ്റെ അണ്ണൻ്റെ ഭാര്യയാണ് കേട്ടോ. ബാക്കിൽ കണ്ണാടി ഇട്ട് നിൽക്കുന്നതാണ് പെണ്ണിൻ്റെ അണ്ണൻ, അതിൻ്റെ ഭാര്യയാണ് ഏട്ടത്തി അമ്മ. നമ്മുടെ പറഞ്ഞൂണ് എന്നൊക്കെ പറയും നമ്മുടെ എൻ്റെ ചുരുക്കിൽ. ഇതാണ് പറഞ്ഞൂണ്. കേക്കൊക്കെ മുറിച്ചു, എല്ലാവരും നിൽക്കുന്നുണ്ട്, കൂക്ക് വിളിയൊക്കെ നടക്കുന്നുണ്ട്. അതൊക്കെ ഒരു എൻജോയ്മെൻ്റ് അല്ലേ ഗൈസ്. പിന്നെ പുറത്ത് പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും കൂടി നിൽക്കണത്. അതൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല, കുറച്ചേ ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ പെണ്ണിന് ഭക്ഷണമൊക്കെ കൊടുത്തു. ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. അവിടെ പോയി ഇരുന്ന് കഴിക്കുന്ന വീഡിയോ എടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചെടുത്തിട്ടില്ല. അങ്ങനെ എൻ്റെ മകളും കാലാമ്മൻ്റെ മകളൊക്കെ കൂടിയുണ്ട്. യാത്ര പറഞ്ഞു, ബായ് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സ്ഥലം വിട്ടു. ബായ്.